ഗൈസ് നമ്മൾ ഹെൽമെറ്റിൽ മൊബൈൽ ഫോൺ ഹോൾഡ് ചെയ്യാൻ വയ്ക്കാൻ പറ്റുന്ന മൗണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഗൈസ് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഇതിനകത്തുള്ളത്. ഇതാണ് ഹെൽമെറ്റിൽ വയ്ക്കുന്ന ഒരു മൗണ്ട്, പിന്നെ അതിൻ്റെ മൊബൈൽ ഫോൺ ഹോൾഡറും ക്ലിപ്പും സ്ക്രൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതെല്ലാം ഹെൽമെറ്റിനും സ്യൂട്ടാവും എന്നാണ് തോന്നുന്നത്. നമുക്കിതൊന്ന് വെച്ച് നോക്കാം ഹെൽമെറ്റിൽ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫോൺ ഹോൾഡറും മൗണ്ടും ഞാൻ തന്നെ ഹെൽമെറ്റിൽ ഇപ്പോൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് എങ്ങനെയാണോ സ്ക്രൂ ചെയ്ത് വെക്കാം. വേണമെങ്കിൽ ഈ സൈഡിൽ സ്ക്രൂ ചെയ്ത് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് സ്ക്രൂ ചെയ്ത് വെക്കാം. ഇതാകുമ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ഇനി ഫോണും കൂടെ വെച്ചാൽ മതി. ഫോണായാലും മറ്റ് ആക്ഷൻ ക്യാമറസ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലിപ്പിനകത്ത് തന്നെ മൗണ്ട് ചെയ്ത് വെച്ചാൽ മതി, സ്ക്രൂ ഇളക്കിയിട്ട്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എൻ്റെ ഫോണ് മൗണ്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫോണിലെടുക്കുന്ന വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഇതിപ്പോൾ റിയൽ സൗണ്ട്, അതുപോലെ തന്നെ ഞാൻ എൻ്റെ വോയിസ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നതാണ്. അപ്പോൾ സൗണ്ട് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനും എൻ്റെ സ്റ്റെബിലിറ്റി ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കുന്നത്. ഹായ്, ഇപ്പോൾ കണ്ടില്ല ഹൈവേയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷെയ്ക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇടറോടൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഷെയ്ക്കാവും. നമുക്ക് നോക്കാം എത്രത്തോളം ഇത്. കണ്ടില്ലേ, ഗട്ടറുള്ള റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കും ഇതുപോലെ ഷെയ്ക്ക് ഉണ്ടാവും. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് മൈക്കിലൂടെയാണ് കേട്ടോ. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഏറ്റുകര ഈ വണ്ടിയുടെ, അതായത് എഫിസഡ് ഞാൻ പോകുന്ന ഈ വണ്ടിയുടെ ബാറ്ററി മാറണം. 2 ദിവസം മുന്നേ ബാറ്ററി നല്ലൊരു മിസ്സിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും സെക്കൻഡ് ഇട്ടാണ് എടുക്കുന്നത്. കാരണം ഇത് ചാർജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് കരുതി. കാരണം ഇടയ്ക്ക് ഒരാഴ്ചയോളം വണ്ടി ഉപയോഗിക്കാതെ ഓണാക്കാതിരുന്നു. അപ്പോൾ 2 മാസം മുന്നേ ഇതേ കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ ഞാൻ കരുതിയതെന്ന് വെച്ചാൽ ഇതെന്തായാലും കൊണ്ട് ചാർജ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് കൊണ്ട് ചാർജ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കംപ്ലൈൻ്റാണ്, ബാറ്ററി മാറണം. അപ്പോൾ നേരെ ബാറ്ററി മാറാൻ വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചാർജ് ചെയ്തെടുത്ത് ഇന്ന് ചാർജ് ചെയ്ത ആ പഴയ ബാറ്ററിയും തിരിച്ചെടുത്തിട്ട് ബാറ്ററി നമുക്ക് നമ്മുടെ ഒരു ഷോപ്പിൽ പോയി മാറണം. നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ആമറോണിൽ. അപ്പോൾ അവിടെ പോയി എന്തായാലും മാറാനുള്ള പരിപാടിയിലാണ്. വേണ്ട, നമ്മളൊരു സബ്സ്ക്രൈബറാണ്. ഹായ് പറയടാ. ഹലോ ഗായ്സ്, ക്ലാരിറ്റി ഒന്ന് ചെക്ക് ചെയ്യണത്. ഓക്കെ. A few moments later. ഫ്രണ്ട്സ്, നമ്മൾ അച്ചുവിന് പുതിയ കോളർ ബെൽറ്റ് ഓർഡർ ചെയ്ത് കേട്ടോ. കണ്ട അച്ചു അവിടെ നിൽപ്പുണ്ട്. അവൻ്റെ കോളർ ബെൽറ്റ് ഒരു 3-4 വർഷത്തോളമായി ഈ കഴുത്തി കിടക്കുന്ന ഒരു ബെൽറ്റ്. അത് പോയിട്ട് അത് മെറ്റലായതുകൊണ്ട് അത് തുരുമ്പ് വരുന്നുണ്ട് വെള്ളത്തിൽ നനയ്ക്കുമ്പോഴേ. പക്ഷേ ഇപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള സാധനം ആയതുകൊണ്ട് പൊട്ടിപ്പോകാതെ കിടക്കുന്നുണ്ട്. നമ്മളത് അതുകൊണ്ട് പുതിയ ഒരെണ്ണം ഓർഡർ ചെയ്തു. അതിനകത്താണെങ്കിൽ ചങ്ങല ഇച്ചിരി പെടുന്നുണ്ട്. വേണ്ട, അവൻ്റെ ഇതിപ്പം പുതിയ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്താകുമ്പോഴത്തേക്കും മെറ്റൽ പീസ് വരുന്നില്ല, ലെതറും മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇതുപോലുള്ളൊരു സംഭവമുണ്ട്. പിന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തൊരു സംഭവമാണ്. ഇതാ കണ്ടില്ലേ, അവൻ്റെ പേരൊക്കെ എഴുതിയിട്ട് തൂക്കിയിടാൻ പറ്റുന്നൊരു കീ ചെയിൻ പോലത്തെ സംഭവം. ഇതിൻ്റെ ഒരു റിങ് ഇതാണ്ട് ഈ കീ ചെയിൻ അവന് ഇട്ട് കൊടുക്കുക. നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ്. എൻ്റെ ബാക്ക് സൈഡിൽ ഫോൺ നമ്പറുണ്ട്. കണ്ടില്ലേ, നമ്മുടെ എക്സോട്ടിക് പീസ്, നമ്മുടെ ചാനലിൻ്റെ പേരും ഫോൺ നമ്പറുണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് ഐറ്റം. കണ്ടില്ലേ, അവൻ്റെ കഴുത്ത് വേദനിക്കാത്ത രീതിയിലുള്ള കണ്ടില്ലേ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണിത്. ലെതർ എന്താ രത്നോ ഡയമണ്ടൊക്കെ വെച്ചേക്കുന്നവരാണല്ലോ ഗൈസ് ഇതൊക്കെ. കണ്ടില്ലേ, കറക്റ്റ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നല്ല തിളക്കമുണ്ട്. ഡയമണ്ടിൻ്റെ ആ ഒരു കട്ടാണ്. കണ്ടില്ലേ, അടുത്ത് കാണിച്ചു തരാം. കണ്ടോ, നല്ല രസമുണ്ട്. കണ്ടോ ഡയമണ്ട്. അച്ചു, എനിക്ക് പോലും ഇല്ല ഡയമണ്ട്. നിനക്ക് ആ ഡയമണ്ടിൻ്റെ ബെൽറ്റ് തരട്ടെ. ആ നിൻ്റെ സാധനം തന്നെ. കണ്ടില്ലേ, ഇതിപ്പോൾ എൻ്റെ ദേഹത്ത് ഈ ബ്ലാക്ക് കളർക്ക് വയ്ക്കുമ്പോൾ നല്ല കോമ്പിനേഷൻ ആയിരിക്കും, നല്ല കളർഫുൾ ആയിരിക്കും. എൻ്റെ ഡയമണ്ടിൻ്റെ ബെൽറ്റാണ് വാങ്ങിച്ചേക്കണത്. നേരത്തെ കെട്ടിയിടാൻ വിളിച്ചിട്ട് വരാത്തതുകൊണ്ട് അതിൻ്റെ ദേഷ്യത്തിലാണ്. കണ്ടില്ലേ, ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട് പോയത്. അച്ചു ഇതാണ്ട് നിൻ്റെ പേരൊക്കെ വെച്ചിട്ടുള്ള കീ ചെയിനൊക്കെ ഉണ്ട്. കണ്ടോ, ഇതിവിടെ ഇങ്ങനെ കെട്ടി തൂക്കിയിടാൻ പറ്റും. ഇതിനി അവനെ കെട്ടിക്കൊടുക്കണം. അതിനൊരു മൽപ്പിടുത്തം നടത്തിയാലേ അവനെ കെട്ടാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, കെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. കൊള്ളാം കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. മെറ്റീരിയൽ കൊള്ളാം. ഇതൊന്ന് ഇട്ട് നോക്കി അവന് ഫിറ്റാണോ നോക്കണം.
അപ്പോൾ അതിനാണ് ജസ്റ്റ് ആദ്യം വാങ്ങിച്ചത്. അതാകുമ്പോൾ ബെൽറ്റ് ഇല്ല, അവൻ്റെ മുടി ഇങ്ങനെ കഴുത്തിലെ വട്ടത്തിൽ ഇങ്ങനെ ബെൽറ്റ് ഇങ്ങനെ ഉരഞ്ഞിട്ട് മുടി ഇങ്ങനെ ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോഴത്തേക്ക് നല്ല കംഫർട്ടാണ്, അവർക്ക് വേദനിക്കില്ല കഴുത്ത്. അപ്പോൾ കഴുത്തിന് ചുറ്റുമുള്ള ആ ഒരു കളറിലും വ്യത്യാസം വരില്ല. നല്ല സോഫ്റ്റ്, നല്ല പഞ്ഞ് പോലെ, നമ്മൾ റിയൽ മുടി പോലെ ഇരിക്കുന്നുണ്ട്. പഞ്ഞു കുട്ടാ, ബെൽറ്റ് വേണ്ടേ നിനക്ക്? ബെൽറ്റ് വേണ്ടേ? ബെൽറ്റ് കെട്ടാം, ഈ ബെൽറ്റ് കെട്ടിത്തരട്ടെ, ഡയമണ്ട് ബെൽറ്റ്. A few minutes later. അങ്ങനെ വണ്ടിയുടെ ബാറ്ററിയൊക്കെ മാറി, അച്ചുവിന് ബെൽറ്റൊക്കെ കെട്ടിക്കൊടുത്തു. പക്ഷേ അച്ചുവിന് ബെൽറ്റ് കറക്റ്റ് ആയില്ല, ഷോർട്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് മാറ്റി ഇനി അതിൻ്റെ വലുത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ എന്താണ് വണ്ടിയൊക്കെ എടുത്ത് പുറത്തേക്കൊക്കെ ഇറങ്ങി. പുറത്ത് 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് നൈറ്റിലെ വിഷ്വൽസൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഷൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വണ്ടിയുടെ മേളിൽ, അതായത് നമ്മുടെ സാധാരണ ക്യാമറയൊക്കെ വെച്ച ആൾക്കാരെ പോകുന്നുണ്ട്, ഈ ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു മൊബൈൽ ഫോൺ വെച്ച് ഇങ്ങനെ ആരെങ്കിലും പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം അങ്ങനെ പോകുമ്പോൾ പലരും ഇങ്ങനെ മൊബൈൽ ഫോൺ ഇങ്ങനെ ഓപ്പോസിറ്റ് കണ്ടിട്ട് എന്നെ ഇങ്ങനെ കൗതുകത്തോടെയൊക്കെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പകൽ സമയത്തൊക്കെ. അങ്ങനെ പോയി മജ്ലിസ് മന്തിയുടെ മുന്നിലെത്തിയപ്പോഴത്തേക്ക് നല്ല മണം. പിന്നെ ഒന്നും നോക്കില്ല, അവിടെ കയറി ഒരു ചിക്കൻ നൂഡിൽസും ഒരു ഷവർമയും ഓർഡർ ചെയ്തു. എന്നിട്ട് നേരെ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ വന്നിട്ട് ഞാനും അമ്മയും കൂടെ രണ്ടും കൂടെ നല്ല അടിപൊളിയായിട്ട് എന്നെ അകത്താക്കി. ഈ ചിക്കൻ നൂഡിൽസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ്. കാരണം ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും കൂടുതൽ ചിക്കൻ പീസിൻ്റെ ക്വാണ്ടിറ്റി ഉള്ള ചിക്കൻ നൂഡിൽസ് ഇത് തന്നെയാണ് ഗൈസ്. 150 രൂപ റേറ്റ് ഉള്ളൂ, പക്ഷേ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ മറ്റാരെയും ശ്രദ്ധിക്കാറില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രം എക്സോട്ടിക് ബീസ്, ടാറ്റാ.